ഹലോ എവരി വൺ, അസ്സാം വലൈക്കും, വെൽക്കം ടു മൈ ചാനൽ. ഞാൻ ഇന്ന് ടാഷ്കൻ സൂവിൽ വിസിറ്റ് ചെയ്യൊരു വിശേഷമാണ് പറയുന്നത് കേട്ടോ. പൊതുവേ സൂവിൽ പോവുക എന്ന് പറഞ്ഞാൽ എനിക്ക് ഒട്ടും ഇഷ്ടമില്ലാത്തൊരു പരിപാടിയാണ്. കാരണം അവിടെ നമുക്ക് സന്തോഷമുള്ള മുഖങ്ങളൊന്നും കാണാൻ പറ്റില്ല. കൂട്ടിലകപ്പെട്ട കുറേ വിഷമങ്ങൾ തോന്നുന്ന കുറേ മുഖങ്ങളെ കാണും. പക്ഷേ ടാഷ്കൻ സൂവിൽ എനിക്ക് അങ്ങനെയല്ല കേട്ടോ ഫീൽ ചെയ്തത്. നമ്മളെ വെൽക്കം ചെയ്യുന്ന പോലെ തോന്നിയിരുന്നു ഓരോ മൃഗങ്ങളും. അത്യാവശ്യത്തിന് മൃഗങ്ങൾക്ക് അവർക്ക് താമസിക്കാനുള്ള ഒരു സ്പേസ് അവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഭയങ്കര ഭംഗിയായിരുന്നു അവിടെ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ഭയങ്കര കാം ആൻഡ് ക്വയറ്റ് ആയിട്ടുള്ളൊരു സ്ഥലമായിരുന്നു കേട്ടോ. ഈ ഒരു കൊടും തണുപ്പിൽ അവർക്ക് അവരുടെ ഒരു ഹാബിറ്റാറ്റ് പ്രൊവൈഡ് ചെയ്യണമെങ്കിൽ എത്രത്തോളം എഫേർട്ട് ഇവിടുത്തെ അതോറിറ്റി കൊടുക്കണമെന്ന് എനിക്ക് തോന്നിപ്പോയിട്ടുണ്ട്. നമ്മൾ വിസിലടിക്കുക അല്ലെങ്കിൽ ചെറുതായിട്ട് നമ്മുടെ നാട്ടിൽ കോഴികളെ പറയുന്ന പോലെ ബബ്ബ ബബ്ബ എന്ന് വിളിച്ചാൽ ഇവർ ഓടി വരുന്നുണ്ട്. പല പക്ഷികളും കേട്ടോ. ഇതിൽ നമ്മുടെ കോഴികളും ഒക്കെ ഉണ്ട്. ഗിനി കോഴികളുണ്ട്, പീക്കോക്ക് ഉണ്ട്. എല്ലാം നമ്മളെടുത്തേക്ക് ഇങ്ങനെ വരുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ഭയങ്കര സന്തോഷം തോന്നും. ഇങ്ങനൊരു എക്സ്പീരിയൻസ് എനിക്ക് ആദ്യമായിട്ടാണ്. നമ്മുടെ നാടൻ കോഴികളെയൊക്കെ കൂട്ടിൽ കണ്ടപ്പോൾ സത്യം പറഞ്ഞാൽ എനിക്ക് വല്ല മലയാളികളെ ഉസ്ബെക്കിസ്ഥാനിൽ കണ്ട ഫീലിംഗ് ആയിരുന്നു. ഭയങ്കര ഒരു നൊസ്റ്റാൾജിക് ഫീൽ. ഒരു നിമിഷം തോന്നിപ്പോയി ഇവിടുത്തെ മനുഷ്യരെ പോലെ തന്നെയാണ് ഇവിടെ വന്നിട്ടുള്ള മൃഗങ്ങളും എന്ന് തോന്നിപ്പോയി. കാരണം വളരെ ഒരു സ്നേഹം, നമ്മുടെ അടുത്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനൊരു കാര്യം ഈ സൂവിലുണ്ടായിരുന്നു. ഞാൻ തള്ളു പറയാൻ തോന്നരുത് കേട്ടോ. നിങ്ങൾക്ക് ഈ വീഡിയോ കാണുമ്പോൾ ചെറുതായിട്ട് തോന്നില്ലേ. വൈൽഡ് അനിമൽസൊക്കെ ആവശ്യത്തിന് ഉണ്ടായിരുന്നെങ്കിലും പലരും ഭയങ്കര ഇനാക്റ്റീവ് സ്റ്റേറ്റിൽ ഇങ്ങനെ കിടക്കുമായിരുന്നു. കൊടും തണുപ്പുകൊണ്ടായിരിക്കാം, പിന്നീട് ഉച്ച സമയമായിരുന്നു, അവർ ഭക്ഷണമൊക്കെ കഴിച്ച് മയങ്ങുന്ന സമയമായിരിക്കാം. പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ലാണ്ട് അങ്ങനെ ബോറടിച്ചിരിക്കുന്നുണ്ടായിരുന്നു. ഇവിടുത്തെ ഒരു 10,000 സോം, അതായത് നാട്ടിലൊരു 65 രൂപ കൊടുത്തിട്ട് ഈ മെക്കാവോ ബേർഡിനെ ഫൈഹും ഫിയോണും കൂടി ഒന്ന് ഹോൾഡ് ചെയ്തു കേട്ടോ. ഇങ്ങനെയാണ് ഇവിടുത്തെ ഇൻഡോർ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. ഇതിപ്പോൾ മങ്കീസിൻ്റെ ഒരു ഏരിയ ആണ്. റെപ്റ്റൈൽസിനും അക്വാറ്റിക് അനിമൽസിനും ഇൻസെക്ട്സിനൊക്കെ വേറെ വേറെ ഏരിയ ഉണ്ട്. ഇതൊരു ഭയങ്കര ഒരു ഫീൽ ഗുഡ് ആയിട്ടുള്ളൊരു സൂ തന്നെ ഞാൻ പറയാം കേട്ടോ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ഈ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അസ്സലാമു അലൈക്കും, ബൈ ബൈ.